ഇന്നത്തെ ലഞ്ചിന് ഞാൻ നെല്ലിക്ക സാമ്പാർ ഉണ്ടാക്കി കേട്ടോ. കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ഉണ്ടാക്കണമെന്ന്. ഇൻസ്റ്റഗ്രാമിൽ കണ്ട കേട്ടോ, ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായി ഇരിക്കണം. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ കേട്ടിട്ടേ ഇല്ല ഈ നെല്ലിക്ക സാമ്പാർ, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു ദിവസം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെല്ലിക്ക വേണ്ട, ഒരു 5-6 നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക്, പിന്നെ കായപ്പൊടി ഇടുക. അതിലേക്ക് സവാള അരിഞ്ഞതും തക്കാളി അരിഞ്ഞതും ഇട്ടിട്ട് ഒന്ന് വഴച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ നെല്ലിക്ക ഇടണം. നമ്മുടെ സാധനം നെല്ലിക്കയാണല്ലോ വേണ്ടത്. നെല്ലിക്ക ഞാൻ 4 ഇട്ടിട്ടുള്ളൂ കേട്ടോ, 6 ഇട്ടിട്ടില്ല. നെല്ലിക്ക ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് സാമ്പാർ പൊടിയാണ് കേട്ടോ. ഞാൻ ഈസ്റ്റേൻ്റെ സാമ്പാർ പൊടി എടുത്തിരിക്കുന്നത്. അതും കൂടി ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ സാമ്പാറിൽ പിന്നെ പ്രത്യേകിച്ച് വേറെ വെജിറ്റബിൾസ് ഒന്നും വേണ്ട കേട്ടോ. തക്കാളി, സവാള മാത്രം മതി, പിന്നെ നെല്ലിക്കയും മതി കേട്ടോ. പിന്നെ നമ്മൾ ആ വഴറ്റിയതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ആ നെല്ലിക്ക വേവണ വരെ കുക്ക് ചെയ്തെടുക്കണേ. അങ്ങനെ നെല്ലിക്ക നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചത് ഒഴിക്കണം കേട്ടോ. എൻ്റെ പരിപ്പാണെങ്കിൽ നന്നായിട്ട് അങ്ങോട്ട് വെന്ത് പോയിട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് എൻ്റെ എൻ്റെ ഇവിടെ ഉണ്ടായ മല്ലിയിലയാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്, അതും കൂടി ഇടുക. ലാസ്റ്റ് പിന്നെ ഇതിൽ കുറച്ച് ശർക്കരയും കൂടി ചേർക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിക്ക സാമ്പാർ റെഡി. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയോ? എന്തോ ഒരു ടേസ്റ്റാണ്. നമുക്ക് ചിലപ്പോൾ തോന്നും ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സാധാ സാമ്പാറാന്നൊക്കെ തോന്നും, പക്ഷെ അല്ല. ആ നെല്ലിക്കയിലത്തെ ആ സത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങി ഒരു അടിപൊളി സാമ്പാറാണ് കേട്ടോ. നെല്ലിക്കയിൽ കയ്പുണ്ട്, പക്ഷെ ആ ചാറിലൊന്നും കയ്പൊന്നുമില്ല കേട്ടോ. കയ്പുണ്ടെന്ന് ചിലവർ വിചാരിക്കും, പക്ഷെ കയ്പില്ല. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.